സംഭവിച്ചു പോയ എൻ്റെ ഒരു റെസ്പോൺസിൻ്റെ ഭാഗമാണ് ഇത് ഫ്ലെയർ അപ്പ് ചെയ്തത്. അല്ലാതെ ഞാൻ അനശ്വരയെ മോശക്കാരിയാക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തതൊന്നുമല്ല. ഒരു വിഷയമായി കണക്ട് ചെയ്ത് എൻ്റെ അടുത്തൊരു ചോദ്യം ചെയ്തപ്പോൾ എനിക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നതിനാണ് ഇത് സ്റ്റെം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പരാതിയായിട്ട് ഉന്നയിക്കുകയല്ല. ഇനി ഒരിക്കൽ ഇത് പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിലപാട് മാറ്റാനും പറ്റത്തില്ല. അതുകൊണ്ട് ആരും വന്നിരുന്നാലും ഞാൻ ഈ നിലപാട് തന്നെ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനൊരു കറക്ഷനുണ്ടോ? ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സഹകരണത്തോടുകൂടി എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനൊരു സംഭവം സംഭവിച്ചു, ഇത് ആരുടെയും തെറ്റല്ല. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്നത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ സ്ഥലത്തു നിന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നമുക്ക് വീണ്ടും ഇതിൻ്റെ പ്രൊമോഷനിലേക്കും ഈ സിനിമ ഒരു ഉയർന്ന നിലവാരത്തിൽ റിലീസ് ചെയ്യാം. പടം റിലീസായിട്ട് എന്താവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സഹകരണത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുക എന്നുള്ളത്. മാത്രമല്ല ഇത് പലർക്കും ഒരു എക്സാമ്പിളാണ്. സിനിമകൾ ഒരുമിച്ച് സഹകരിച്ച് തന്നെ മുന്നോട്ട് വരണം. അല്ലാതെ ഇതിൻ്റെ അകത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് വഴി സിനിമയ്ക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതിപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ, ഇങ്ങനൊരു വിമർശനമൊക്കെ വന്നുകൊണ്ട് സിനിമ ഭയങ്കരമായിട്ട് ഓടുന്നു, ആളുകൾ അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ എൻ്റെ ഒരു കൺസേൺ മാത്രം റേസ് ചെയ്യുന്നു. ഇത് ശരിയാണോ? അത് ശരിയല്ല എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ടെന്നും ഞാൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്നും ആ ഷൂട്ടിങ്ങിൽ ഉടനീളം അവരോ അവരുടെ സ്റ്റാഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലോ അവർക്ക് തുറന്നു പറയാനുള്ളൂ. ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത്ര കെയർഫുള്ളായിട്ടാണ് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും എൻ്റെ ടീമും അവരോട് സഹകരിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം തന്നെ നമ്മൾ നല്ല എഫേർട്ട് ഇട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഷൂട്ടിംഗ് സമയത്ത് ആ കുട്ടിക്ക് ഒരു പ്രശ്നങ്ങളുണ്ടാവരുതെന്നുള്ള രീതിയിൽ.